ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. പട്ടണത്തിൻ്റെ 10 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എപ്പിസോഡ് 25. ഞാൻ ഡാനിയലച്ചൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 11 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ നൽകപ്പെടുന്നു. നമുക്ക് വെളിപാട് പുസ്തകത്തിൻ്റെ 11 അധ്യായത്തിൻ്റെ 13 വാക്യത്തിലേക്ക് കടക്കാം. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പം ഉണ്ടായി. പട്ടണത്തിൻ്റെ 10 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഭൂകമ്പം ബൈബിളിൽ മിക്കപ്പോഴും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ദൈവം വിധി നടപ്പിലാക്കുന്നതിൻ്റെയും അടയാളമാണ്. അതായത് ബൈബിളിൽ എവിടെയെല്ലാം ഭൂകമ്പത്തെക്കുറിച്ച് പറയുന്നുണ്ടോ മിക്കയിടങ്ങളിലും അത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം കടന്നു വരുന്നതിനെയാണ്. അതുപോലെ തന്നെ ദൈവം വിധി നടപ്പിലാക്കുന്നതിനെയുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ വിധി നടപ്പാക്കൽ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും അത്? 2 സാക്ഷികൾ കൊല്ലപ്പെട്ടു. അവർ മഹാനഗരത്തിൻ്റെ തെരുവീഥികളിൽ കിടന്നു. അവരെ ശ്രദ്ധിക്കാത്ത ലോകത്തിന് നേരെയാണ് ദൈവം മാനവകുലത്തിന് നേരെ സ്നേഹത്തോടെ നീട്ടിപ്പിടിച്ച വീണ്ടെടുപ്പിൻ്റെ വിലയേറിയ ആ കരത്തെ നിരാകരിച്ചതുകൊണ്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നത്. സാക്ഷികളെ കൊന്നതുകൊണ്ട് അവരെ എതിർത്ത ലോകത്തിൻ്റെ ഒരു ഭാഗം 10 പട്ടണത്തിൻ്റെ 10 നിലംപതിച്ചു. അതായത് സാക്ഷികളെ ശ്രദ്ധിക്കാതെ എതിർത്ത, കൊലപ്പെടുത്തിയ, ദൈവത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ലോകത്തിൻ്റെ ഒരു ഭാഗം 10 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരുമ്പോൾ ലോകത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് അടുത്ത വാക്യം. ശേഷിച്ചവർ, കൊല്ലപ്പെടാതെ ശേഷിച്ചവർ ഭയവിഹ്വലരായി അവർ സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇവിടെ ഭയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു മഹിമേറിയ വാചകമാണ്, രക്തസാക്ഷികളുടെ ചുടുനീണം വീണ മണ്ണിലാണ് സഭാവൃക്ഷം തഴച്ച് വളർന്നത്. ഇവിടെ സാക്ഷികൾ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ആ മരണം, ആ രക്തസാക്ഷിത്വം ലോകത്തിലെ കുറച്ചു പേരെയെങ്കിലും ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നത് ബൈബിളിലെ മറ്റ് പല ഭാഗങ്ങളുടെയും ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് അവർ ദൈവത്തിലേക്ക് മനസ്സ് തിരിഞ്ഞ് മടങ്ങി വന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ രക്തസാക്ഷികളുടെ മരണം ലോകത്തിലെ ഒരു ഭാഗം മനുഷ്യരുടെ മരണത്തിനും വിധിക്കും മാത്രമല്ല കാരണമായത്, അവരുടെ വീരോചിതമായ ക്രിസ്തീയ സാക്ഷ്യം ഒരു കൂട്ടം മനുഷ്യരെങ്കിലും, ഒരു നല്ല ഭാഗം മനുഷ്യരെങ്കിലും കർത്താവിലേക്ക് മടങ്ങി വരാനും രക്ഷപ്പെടാനും മാനസാന്തരപ്പെടാനും സഹായിച്ചു. നമ്മൾ ഈ ഭാഗം അവസാനിക്കുന്നതിന് മുമ്പ് സഭയുടെ 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളെ വെളിപാട് പുസ്തകം മനോഹരമായി അവതരിപ്പിക്കുന്നത് ഈ സന്ദർഭത്തിൽ ദ്ധ്യാനിക്കുന്നത് ഉചിതമാണ് എന്ന് കരുതുന്നു. 11 അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ പാഠമാണത്. എന്താണ് സഭയുടെ ദ്വിവിധ ദൗത്യങ്ങൾ? 2-fold മിഷൻ. 1 വർഷിപ്പാണ്, ആരാധന. 2 വിറ്റ്നസിംഗ് ആണ്, സാക്ഷ്യം നൽകൽ. ആരാധിക്കുകയും സാക്ഷ്യം നൽകുകയും ചെയ്യുക. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ സാക്ഷ്യമാകാനുള്ള ആത്മീയ ഉണർവ് ലഭിക്കുകയുള്ളൂ. സാക്ഷ്യപ്പെടുത്തുന്ന എല്ലാവരും ആരാധകരുടെ മനസ്സുള്ളവരായിരിക്കും. സഭയുടെ ഈ 2 ദ്വിവിധ ദൗത്യങ്ങളെ
വളരെ ഗൗരവമായി എടുക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം അതിൻ്റെ സമാപന വാക്യങ്ങളിലേക്ക് വരുന്നത്. ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനുമുള്ള സഭയുടെ ഉത്തരവാദിത്തം. ബൈബിളിൽ ഇതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണം ആബേലാണ്. അദ്ദേഹം തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലതിനെ കൊണ്ടുവന്ന് ദൈവത്തിന് പ്രസാദകരമായ ഒരു ബലി സമർപ്പിച്ചു. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതൊക്കെ കാഴ്ചവെച്ചു. ദൈവത്തെ ജീവിതത്തിൽ 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദൈവത്തെ മുൻഗണനാ പട്ടികയിലെ 1-ാമത്തെ സ്ഥാനത്ത് നിർത്താൻ ശ്രദ്ധയോടെ ജീവിച്ചു. അതാണ് ആബേലിൻ്റെ ബലി. ആ ബലിയുടെ ഒടുവിൽ അദ്ദേഹം താൻ ചെയ്ത ഈ ദൈവികമായ കാര്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായി. ആരാധിക്കുക, സാക്ഷ്യപ്പെടുത്തുക. സാക്ഷ്യം വെളിപ്പെട്ടു വരാത്ത ആരാധന യഥാർത്ഥ ആരാധനയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. 7-ാമത്തെ കാഹളം മുഴങ്ങുന്നതും സ്വർഗത്തിലെ വിജയാഘോഷവും. ചിന്തിക്കുന്ന അധ്യായം 11-ാം അധ്യായം തന്നെയാണ്. അതിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. വെളിപാട് 11, 14 മുതൽ 19 വരെ. 2-ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3-ാമത്തെ ദുരിതം വേഗം വരുന്നു. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിലവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഈ ഭാഗം മനസ്സിലാക്കുന്നതിന്, നിങ്ങൾക്കൊരു തുടർച്ച കിട്ടുന്നതിന് ഞാൻ മുൻപ് പരാമർശിച്ചു പോയ ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. 5-ാമത്തെ കാഹളം മുഴങ്ങിയത് ഓർക്കുന്നുണ്ടാവും. 5-ാമത്തെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ 1-ാമത്തെ ദുരിതം കടന്നുപോയി. 6-ാമത്തെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ 2-ാമത്തെ ദുരിതം കടന്നുപോയി. ഇവിടെ നമ്മളിപ്പോൾ വായിച്ച 14-ാമത്തെ വാക്യം പറയുകയാണ്: 2-ാമത്തെ ദുരിതം കടന്നുപോയി, ഇതാ 3-ാമത്തെ ദുരിതം വരുന്നു. 7-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ 3-ാമത്തെ ദുരിതം വേഗം വരുന്നു. നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കണ്ടതാണ്. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. പറക്കുന്ന ഒരു കഴുകൻ ഭൂവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. 5ഉം 6ഉം 7ഉം കാഹളം മുഴങ്ങുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് പറക്കുന്ന ഒരു കഴുകൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ആ കഴുകൻ വിളിച്ചു പറഞ്ഞത് ദുരിതം, ദുരിതം, ദുരിതം എന്നാണ്. 1-ാമത്തെ ദുരിതം, 2-ാമത്തെ ദുരിതം, 3-ാമത്തെ ദുരിതം. 1-ാമത്തെ ദുരിതത്തിൽ മുദ്രയില്ലാത്ത ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെടാത്തവരാണ് പീഡിപ്പിക്കപ്പെട്ടത്. 2-ാമത്തെ ദുരിതത്തിൽ ഭൂവാസികളുടെ 1/3 കൊല്ലപ്പെട്ടു. 1-ാമത്തെ ദുരിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്രയില്ലാത്തവർ കൊല്ലപ്പെട്ടു. 2-ാമത്തെ ദുരിതത്തിൽ ഭൂവാസികളുടെ 1/3 കൊല്ലപ്പെട്ടു. 3-ാമത്തെ ദുരിതം ദൈവത്തിനെതിരെ നിൽക്കുന്ന ഭൂവാസികളെ മുഴുവനായി നശിപ്പിക്കാൻ പോകുന്നതാണ്. 15-ാമത്തെ വാക്യം വായിക്കുകയാണ്. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. വെളിപാട് 11:15. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം കൂടി ഓർമ്മിച്ചുകൊണ്ട് വേണം ഈ വാക്യങ്ങളെ കാണാൻ. നേരത്തെ നമ്മൾ കണ്ടതാണ്. അതായത് 10-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെ വാക്യങ്ങളിൽ. നിങ്ങൾ ശ്രദ്ധ മാറരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ വായിച്ച 11-ാം അധ്യായത്തിൻ്റെ ആ അവസാന വാക്യങ്ങൾ 19 വരെയുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനായി നേരത്തെ കണ്ട ചില വാക്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ
മൂന്നാമത്തെ ദുരിതം എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും ദുരിതങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് വെളിപാട് 10 5 മുതൽ 7 വരെ വാക്യങ്ങളിൽ മുൻപ് കണ്ട ഒരു കാര്യം. ഞാനത് വായിക്കാം. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത്ത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. ശ്രദ്ധിച്ചായിരുന്നുവെന്ന് കരുതുന്നു. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി യോഹന്നാൻ കണ്ട ആ വലിയ മഹാശക്തിയുള്ള ദൂതൻ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ആണയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് വെളിപാട് 10 7 വാക്യം. ഏഴാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകും. ഇവിടെയാണ് ദൂതൻ ഇവിടെ 11 അധ്യായത്തിൽ ഏഴാമത്തെ കാഹളം മുഴക്കുകയാണ്. ഈ കാഹളം, ഇവിടെ മുഴങ്ങുന്ന ഏഴാമത്തെ കാഹളം അതെന്താണ് എന്ന് മനസ്സിലാക്കാനായി ഞാൻ മറ്റ് ചില വചനഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഏഴാമത്തെ കാഹളം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മത്തായി 24:31, 1 കോരിന്തോസ് 15:52, 1 തെസ്സലോനിക്കർ 4:16 കാഹളം എന്തായിരുന്നു എന്ന്, ഏഴാമത്തെ കാഹളം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ മത്തായി 24:31, 1 കോരിന്തോസ് 15:52, 1 തെസ്സലോനിക്കർ 4:16 പല ബൈബിൾ വ്യാഖ്യാതാക്കളും ഇവിടെ പറയുന്ന ഏഴാമത്തെ കാഹളവുമായി ഞാൻ ഈ മത്തായിലും കോരിന്തോസിലും തെസ്സലോനിക്കായിലും പറഞ്ഞ വാക്യങ്ങളിലുള്ള കാഹളത്തിന് ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. മത്തായി 24:31 വലിയ കാഹളധ്വനിയോടുകൂടി തൻ്റെ ദൂതന്മാരെ അവനയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ശ്രദ്ധിച്ചായിരുന്നോ? വലിയ കാഹളധ്വനിയോടെ അവൻ ദൂതന്മാരെ അയക്കും. ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഇത് ഈശോ പറഞ്ഞാണ്. ഇനി കോരിന്തോസ് ലേഖനം 1 കോരിന്തോസ് 15:52 അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. അവസാന കാഹളം മുഴങ്ങുമ്പോൾ. 1 കോരിന്തോസ് 15:52. ഇനി മൂന്നാമത്തെ വാക്യം വായിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4:16. അവിടെ പറയുന്നത് എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ 3 വാക്യങ്ങളിലും ഏഴാമത്തെ കാഹളവുമായി ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ കാഹളത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. ആ കാഹളധ്വനി യേശുവിൻ്റെ 2ാം വരവുമായി ബന്ധപ്പെട്ട് മുഴങ്ങുന്ന കാഹളത്തിൻ്റെ സ്വരമാണ്. നമുക്കിനി വെളിപാട് 11:15 വായിക്കാം. 11:15 ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. ഇപ്പം നിങ്ങൾക്ക് ആ കാഹളത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ നേരത്തെ വായിച്ച വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഏഴാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി. ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ഏഴാമത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വർഗത്തിൽ വലിയ ആഹ്ലാദത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ആരവം കേൾക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് സ്വർഗം ഇത്രമേൽ ആഹ്ലാദിക്കുന്നത്? ദൈവരാജ്യം മഹത്വത്തോടെ സമാഗതമാവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം മഹത്വത്തോടെ ആഗതമാവുന്നതിൻ്റെ ആഹ്ലാദ സ്വരമാണ് ഏഴാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സ്വർഗത്തിൽ ഉയർന്ന് കേൾക്കുന്നത്. ആ സ്വരം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ അട്ടഹസിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും.
അവർ സന്തോഷിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ലോകത്തിൻ്റെ ഭരണം കർത്താവിൻ്റെ കയ്യിലും അവിടുത്തെ അഭിഷിക്തൻ്റെ കയ്യിലേക്കും തിരികെ വന്നിരിക്കുന്നു. ഈ വാക്യം മനസ്സിലാക്കുന്നതിന് ലോകം എന്ന പുതിയ നിയമത്തിലെ ആ സങ്കല്പം, ലോകം, അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് സുവിശേഷകന്മാർ, പ്രത്യേകിച്ച് യോഹന്നാനൊക്കെ ഉപയോഗിക്കുന്ന ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ലോകം എന്ന വാക്കിന് യോഹന്നാനിൽ പല തലങ്ങളിലാണ് അർത്ഥമുള്ളത്. അതിൻ്റെ ആദ്യത്തെ അർത്ഥം ദ ഹോൾ ഹ്യൂമൻ റേസ് എന്നാണ്. മുഴുവൻ മാനവകുലത്തിലെ അംഗങ്ങളും അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യ വംശവും, അതിനെ വിളിക്കുന്ന പേരാണ് ലോകം. നിങ്ങൾക്ക് പിന്നീടുള്ള വായനയ്ക്കും പഠനത്തിനുമായിട്ട് റെഫറൻസസ് എഴുതി വെക്കുക. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലോകം എന്നാൽ അതിൻ്റെ ആദ്യത്തെ അർത്ഥം എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്ന ആ ലോകം. റെഫറൻസ് ഇതാണ് യോഹന്നാൻ 1:9, 1:29. യോഹന്നാൻ 1:9, യോഹന്നാൻ 1:29 നിങ്ങൾ വായിച്ചാൽ മതിയാവും. ഇനി ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് മോഹം, ദ്രവ്യാഗ്രഹം, അഹങ്കാരം ഇവയാൽ ഈ കാര്യങ്ങൾ പ്രബലമായ ഒരു ഇടം. ഉദാഹരണത്തിന് 1 യോഹന്നാൻ 2:16 പറയുന്ന കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ 3 കാര്യങ്ങൾ എവിടെയാണോ പ്രബലമായിരിക്കുന്നത് ആ വ്യവസ്ഥ, അതിൻ്റെ പേരാണ് ലോകം. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല. അപ്പം ഈ കാര്യങ്ങൾ ആധിപത്യം പുലർത്തുന്ന മേഖല, ദി അരേന ഓഫ് ലസ്റ്റ്, ഗ്രീഡ് ആൻഡ് പ്രൈഡ്. ഇനി യോഹന്നാനിൽ ലോകം എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥം പിശാച് ഭരിക്കുന്ന ഇടം, പിശാചിൻ്റെ ഭരണത്തിന് കീഴിലിരിക്കുന്ന മാനവകുലം. ഇവിടെ ലോകത്തിൻ്റെ അധികാരി പിശാചാണ് എന്ന് പറഞ്ഞാൽ പിശാച് എവിടെയെല്ലാം ഭരണം നടത്തുന്നോ ആ വ്യവസ്ഥിതിയാണ് ലോകം. അതുകൊണ്ടാണ് ഈശോ ലോകത്തിൻ്റെ അധികാരി എന്ന് പിശാചിനെ അവിടെ വിളിക്കുന്നത്. ഇതിന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട വാക്യങ്ങൾ യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11. ലോകത്തിൻ്റെ അധികാരി യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11. ലോകമെന്ന വാക്കിന് യോഹന്നാനിലുള്ള നാലാമത്തെ അർത്ഥം യേശുവിന് മറുപക്ഷത്ത് നിൽക്കുന്നവർ, യേശുവിനെ എതിർക്കുന്നവർ, യേശുവിനെയും സുവിശേഷത്തെയും തള്ളിക്കളയുന്നവർ, അവരെ വിളിക്കുന്ന പേരാണ് ലോകം. ഉദാഹരണത്തിന് യോഹന്നാൻ 18:36 ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല. മൈ കിങ്ഡം ഡസ് നോട്ട് ബിലോങ് ടു ദിസ് വേൾഡ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വെളിയിൽ നിൽക്കുന്ന വ്യവസ്ഥിതി, വെളിയിൽ നിൽക്കുന്ന മനുഷ്യർ, അവരെ വിളിക്കാവുന്ന പേരാണ് ലോകം. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ലോകം എന്ന ആ സങ്കല്പം യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ ഏതെല്ലാം അർത്ഥതലങ്ങളിൽ അതിനെ യോഹന്നാൻ കണ്ടു എന്ന് ഒന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ മുഴുവൻ മാനവകുലം, പാപം ആധിപത്യം നടത്തിയ ഇടങ്ങൾ, പിശാച് ഭരിച്ച ഇടങ്ങൾ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മറുപക്ഷം നിന്ന ഇടങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്ന ആ ലോകം പിതാവിൻ്റേതും കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തനായ ക്രിസ്തുവിൻ്റേതുമായി മാറിയതിൻ്റെ ആഹ്ലാദ സ്വരമാണ് 7ാമത്തെ കാഹളം മുഴങ്ങിയപ്പോൾ സ്വർഗത്തിൽ ഉയർന്ന് കേട്ടത്. അതായത് ഇവിടെ ഉടമസ്ഥാവകാശത്തിന് ഒരു മാറ്റമുണ്ടാവുകയാണ്, ഉടമസ്ഥൻ മാറുകയാണ്. ദർ ഇസ് എ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൻ്റെ ഭരണം, നിയന്ത്രണം, ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് എല്ലാം സമ്പൂർണമായി പിതാവിൻ്റേതും അവിടുത്തെ അഭിഷിക്തിൻ്റേതുമായി മാറുകയാണ്. സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചാൽ ഈ ലോകം, ഇതിൻ്റെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാം. ലോകം മുഴുവൻ പിശാചിൻ്റെ പ്രഭാവലയത്തിലാണ്, ദുഷ്ടൻ്റെ പ്രഭാവലയത്തിലാണ് എന്ന് ഈശോ പറഞ്ഞതും ഓർക്കുക. അങ്ങനെ പിശാചിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന ലോകവ്യവസ്ഥിതി മുഴുവൻ പിതാവിൻ്റേതും അവിടുത്തെ അഭിഷിക്തനായ ക്രിസ്തുവിൻ്റേതുമായി മാറുന്നു എന്ന ആ അറിവിലാണ് 7ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സ്വർഗം ആഹ്ലാദം കൊണ്ട് ആർത്ത്
ആരവം മുഴക്കിയത്. ഞാൻ ഈ ഭരണത്തെയും ആധിപത്യത്തെയും കുറിച്ച് കൂടുതൽ അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്. കാരണം അത് അല്പം കൂടി സമയമെടുത്ത് പറയേണ്ടതാണ് പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളുടെയും പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ആ സമയം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ എപ്പിസോഡുകളിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരാശയമെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടി ശ്രദ്ധയോടെ കേൾക്കാൻ അത് സഹായിക്കും. അത് എഴുതുന്നതിൻ്റെ പാരഗ്രാഫ് വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായത് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ അത് വായിക്കുന്നവർക്കും പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുന്നതിന് സഹായിക്കും. വെളിപാട് പുസ്തക പഠനം നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്നുകൂടി കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് എഴുതിയാൽ നല്ലതായിരിക്കും. അതായത് നിങ്ങൾ വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി നിങ്ങളോട് സംസാരിച്ചാൽ ഇതെൻ്റെ ജീവിതത്തിന് ഒരിക്കൽ കൂടി വെളിപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എനിക്ക് വളരെയധികം ആത്മീയ ഉത്കർഷയും ഉയർച്ചയും വലിയ ദൈവകൃപകളും കൊണ്ടുവരുന്ന ഒരനുഭവമായി ഒരുപാട് ആത്മീയ സന്തോഷത്തോടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താനും വചനം പഠിക്കാനും കണ്ടുമുട്ടുന്നതിന് മുൻപ് മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെയും സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ദൈവം വലിയ സമാധാനം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ.